കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ആകാശം പെട്ടെന്ന് കറുത്തിരുണ്ടപ്പോൾ ലോകം ഒന്നടങ്കം നടുങ്ങിപ്പോയി. സാധാരണ മേഘങ്ങളല്ല, മറിച്ച് സൂര്യപ്രകാശത്തെ പോലും പൂർണ്ണമായും മറച്ചുപിടിച്ച ഭീകരമായ കറുത്ത പുകപടലങ്ങളാണ് ആ നഗരത്തെ ഒന്നാകെ വിഴുങ്ങിയത്. പകൽ വെളിച്ചം ആകെ അപ്രത്യക്ഷമായി നഗരം ഇരുട്ടിലായ പോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. ഇതിന് പിന്നാലെ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയത് സാധാരണ മഴയായിരുന്നില്ല, മറിച്ച് കെട്ടിടങ്ങളെയും കാറുകളെയും എണ്ണമയമുള്ള കറുത്ത ആവരണത്താൽ പൊതിയുന്ന മാരകമായ ആസിഡ് മഴയായിരുന്നു. ഇസ്രയേൽ തൊടുത്തുവിട്ട മിസൈലുകൾ ടെഹ്റാനിലെ 30ഓളം തന്ത്രപ്രധാനമായ എണ്ണ സംഭരണശാലകളിൽ പതിച്ചതോടെയാണ് ഈ പാരിസ്ഥിതിക ദുരന്തത്തിന് തുടക്കമായത്. ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ അതിശക്തമായ തീപിടുത്തത്തിൽ അതിൽ നിന്ന് ഉയർന്ന വിഷപ്പുക മേഘങ്ങളുമായി കൂടിക്കലർന്നതോടെ ജനങ്ങൾക്കാകെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വെറുമൊരു സൈനിക നീക്കത്തിനപ്പുറം ഒരു ജനതയുടെ ആരോഗ്യത്തെയും പ്രകൃതിയെയും വരും തലമുറകളെയും വരെ ബാധിക്കുന്ന അതിഭീകരമായ ഒരു കെമിക്കൽ ദുരന്തമായി ഈ യുദ്ധം മാറിയിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കും ഇതര ഉപഭോക്താക്കൾക്കും ഇന്ധനം എത്തിക്കുന്ന പ്രധാന സിരകളെയാണ് തങ്ങൾ അറുത്തുമാറ്റിയതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോൾ അതിന്റെ ദുരന്തഫലം അനുഭവിക്കുന്നത് 12 ദശലക്ഷത്തോളം വരുന്ന സാധാരണക്കാരാണ്. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ഹൈഡ്രോ കാർബണുകളും പുകയും മേഘങ്ങളുമായി കലർന്നതോടെ ജനങ്ങൾക്ക് ശ്വസിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. കാഴ്ച മങ്ങിയതോടെ നഗരത്തിൽ പലയിടത്തും പകൽ സമയത്തുപോലും വാഹനങ്ങൾക്ക് ലൈറ്റുകൾ തെളിക്കേണ്ടി വന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിഷാംശം നിറഞ്ഞ വായു ശ്വസിച്ചവർക്ക് കണ്ണുകളിൽ നിന്ന് വെള്ളം വരികയും തൊണ്ടയിൽ അതിശക്തമായ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധിക്കാണ് ഇറാനിൽ വഴിയൊരുക്കിയിരിക്കുന്നത്. ഇറാന്റെ പരിസ്ഥിതി ഏജൻസി അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും എയർ കണ്ടീഷണറുകൾ ഓഫ് ചെയ്യണമെന്നും അധികൃതർ കർശനമായി നിർദ്ദേശിച്ചു. വടക്കിഴക്കൻ ടെഹ്റാനിലെ അദ്ഗാസി എണ്ണ സംഭരണശാല, വടക്കൻ ഭാഗത്തെ ഷെഹ്റാൻ എണ്ണ സംഭരണശാല, തെക്കൻ ടെഹ്റാനിലെ പ്രധാന ശുദ്ധീകരണശാല, അൽബോർസ് പ്രവിശ്യയിലെ കരാച്ച് എണ്ണ ഡിപ്പോ എന്നിവയുൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടതായാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. ഒരു ഡിപ്പോയിലുണ്ടായ ആക്രമണത്തിൽ 4 ടാങ്കർ ഡ്രൈവർമാർ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഈ ആസിഡ് മഴയിൽ ഹൈഡ്രോ കാർബണുകൾക്ക് പുറമെ സൾഫർ, നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വീടിനുള്ളിലെ എല്ലാ വിടവുകളും നനഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് മൂടാനും വിഷപ്പൊടി കാറ്റിൽ പറക്കുന്നത് തടയാൻ വാഹനങ്ങളും കെട്ടിടങ്ങളും കഴുകി വൃത്തിയാക്കാനും ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എണ്ണ അനിയന്ത്രിതമായി കത്തുമ്പോൾ ഈ കറുത്ത മഴ ഉണ്ടാകാൻ കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങളുമുണ്ട്. അസംസ്കൃത എണ്ണ കത്തുമ്പോൾ വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ, നൈട്രജൻ എന്നിവ പുറത്തുവിടുന്നു. പുളിച്ച അഥവാ സോർ അസംസ്കൃത എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് രൂപപ്പെടുന്നു. തീയുടെ തീവ്രമായ ചൂടിൽ അന്തരീക്ഷത്തിലെ നൈട്രജനും ഓക്സിജനും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട് നൈട്രജൻ ഓക്സൈഡുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ മാരകവാതകങ്ങൾ ട്രോപ്പോസ്ഫിയറിലേക്ക് ഉയരുകയും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. സൾഫർ ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡായും നൈട്രജൻ ഓക്സൈഡ് നൈട്രിക് ആസിഡായും രൂപാന്തരപ്പെടുന്നു. ഈ അമ്ല തന്മാത്രകൾ മേഘങ്ങളിലെ ജലത്തുള്ളികളിൽ അതിവേഗം ലയിക്കുന്നതോടെയാണ് മാരകമായ ആസിഡ് മഴ പെയ്തിറങ്ങുന്നത്. സാധാരണ മഴയേക്കാൾ വളരെ കുറഞ്ഞ pH അളവാണ്, അഥവാ 4.0 അല്ലെങ്കിൽ അതിൽ താഴെ ഈ ആസിഡ് മഴയ്ക്കുള്ളത്. ഇറാന്റെ മണ്ണിൽ പെയ്തത് കേവലം ഒരു ആസിഡ് മഴയല്ല, മറിച്ച് കറുത്ത മഴ അഥവാ ബ്ലാക്ക് റെയിൻ ആണ്. ഇത് ചെടികൾക്കും മരങ്ങൾക്കും വൻ നാശമുണ്ടാക്കുന്നതിനൊപ്പം ശിലാഘടനകളുള്ള പുരാതന കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ വരുത്തും. പരിസ്ഥിതിയെ പൂർണ്ണമായും വിഷലിപ്തമായ എണ്ണമയമുള്ള അവശിഷ്ടങ്ങൾ കൊണ്ട് ഇത് മൂടിക്കളഞ്ഞുവെന്ന് വേണം കരുതാൻ. വാഹനങ്ങളുടെ പെയിന്റും ബോഡിയും നശിക്കാനും മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന് സസ്യങ്ങൾക്ക് വിഷാംശം ഏൽപ്പിക്കാനും ഈ ആസിഡ് മഴ കാരണമാവും. യുദ്ധം വെടിയുണ്ടകളിൽ അവസാനിക്കുന്നില്ലെന്നും അത് വായുവിലും വെള്ളത്തിലും വിഷം കലർത്തി വരും തലമുറകളെപ്പോലും വേട്ടയാടുമെന്നും ഇറാനിലെ ഈ സാഹചര്യം ലോകത്തിന് കാണിച്ചു തരുന്നു. ഇസ്രയേലിന്റെ മിസൈലുകൾ എണ്ണ ടാങ്കറുകളെ മാത്രമല്ല, ഒരു നഗരത്തിന്റെ ശ്വാസത്തെയുമാണ് ചുട്ടുപൊള്ളിക്കുന്നത്. യുദ്ധം അതിരുകൾ വിട്ട് മനുഷ്യരെയും പ്രകൃതിയെയും വരെ ഇല്ലാതാക്കുന്നു എന്നതാണ് വസ്തുത.